കളിക്കളത്തിലെ സൗഹൃദങ്ങൾക്കുമപ്പുറം സ്വന്തം സഹോദരനെപ്പോലെ സ്നേഹിക്കുന്ന രണ്ടുപേർ ഇന്ത്യൻ ക്രിക്കറ്റിലെ ചാഹൽ സഞ്ജു കോംബോ. ബാറ്റുകൊണ്ട് സഞ്ജു മൈതാനത്ത് വിസ്മയങ്ങൾ തീർക്കുമ്പോൾ ആ ചിരിക്കു പിന്നിൽ മറഞ്ഞിരിക്കുന്ന വലിയൊരു മനുഷ്യന്റെ വൈകാരികമായ സങ്കടങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് സ്പിൻ മാന്ത്രികൻ യുസ്വേന്ദ്ര ചാഹൽ. സഞ്ജു എന്റെ സ്വന്തം അനിയനാണ്. അവൻ അനുഭവിച്ച വേദനകൾ അവനെ എത്രത്തോളം പക്വതയുള്ളവനാക്കിയെന്ന് എനിക്കറിയാം. ചാഹൽ മനസ്സ് തുറന്നപ്പോൾ ക്രിക്കറ്റ് ലോകം ഒന്നടങ്കം ആ വാക്കുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു. തിരിച്ചടികളും അനാവശ്യ അവഗണനകളും വേട്ടയാടുമ്പോഴും ആർക്കെതിരെയും ഒരക്ഷരം പോലും മോശമായി പറയാതെ നിശബ്ദനായി പോരാടുന്ന സഞ്ജുവിന്റെ ആ വലിയ മനസ്സ്. ചാഹൽ വെളിപ്പെടുത്തിയ ആ വൈകാരിക നിമിഷങ്ങളിലേക്ക് കടക്കാം. സ്പോർട്സ് പിച്ചിലേക്ക് സ്വാഗതം. രാജസ്ഥാൻ റോയൽസിൽ സഞ്ജു സാംസൺ എന്ന നായകന് കീഴിൽ കളിക്കുമ്പോഴാണ് യുസ്വേന്ദ്ര ചാഹലും സഞ്ജുവും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ശക്തമാകുന്നത്. കളിക്കളത്തിൽ ഒരു ക്യാപ്റ്റൻ എന്നതിലുപരി സഹകളിക്കാർക്ക് എപ്പോഴും താങ്ങായി നിൽക്കുന്ന ഒരു മികച്ച സുഹൃത്തായിരുന്നു സഞ്ജു. ഒരു സീനിയർ പ്ലെയർ എന്ന നിലയിൽ ചാഹൽ എപ്പോഴും സഞ്ജുവിനെ തന്റെ അനുജനെ പോലെയാണ് കണ്ടിട്ടുള്ളത്. മൈതാനത്ത് ഇരുവരും തമ്മിലുള്ള തമാശകളും സ്നേഹവും നമ്മൾ IPL-ൽ ഒട്ടേറെ തവണ കണ്ടതാണ്. എന്നാൽ കളിക്കളത്തിനു പുറത്ത് സഞ്ജു എന്ന വ്യക്തി അനുഭവിച്ച മാനസികമായ പ്രയാസങ്ങളെക്കുറിച്ച് ഏറ്റവും കൃത്യമായി അറിയാവുന്ന ചുരുക്കം ചിലരിൽ ഒരാൾ കൂടിയാണ് ചാഹൽ. സഞ്ജുവിന്റെ വ്യക്തിത്വത്തെക്കുറിച്ചും അവന്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ചും സംസാരിക്കുമ്പോഴാണ് ചാഹൽ കൂടുതൽ വൈകാരികനായത്. സഞ്ജു വളരെ വൈകാരികതയുള്ള ഇമോഷണലായൊരു കളിക്കാരനാണെന്നും ജീവിതത്തിലും ക്രിക്കറ്റ് കരിയറിലും വലിയ പ്രതിസന്ധികളിലൂടെയാണ് അവൻ കടന്നുപോയതെന്നും ചാഹൽ ഓർത്തെടുത്തു. ചാഹൽ പറയുന്നു, സഞ്ജു എനിക്കൊരു സ്വന്തം അനിയനെ പോലെയാണ്. അവനുമായി അടുത്തു സംസാരിക്കുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ അവനുണ്ടായ കടുത്ത അനുഭവങ്ങൾ അവനെ എത്രത്തോളം പക്വതയുള്ളവനാക്കി മച്ചുവർ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ചെറിയ വയസ്സിൽ തന്നെ വലിയ ഉത്തരവാദിത്തങ്ങളും കൂടെയുള്ളവരുടെ അവഗണനകളും അവൻ നേരിട്ടു. പക്ഷേ അതൊന്നും അവനെ തളർത്തിയില്ല. പകരം കുറച്ചുകൂടി നല്ലൊരു മനുഷ്യനാക്കുകയാണ് ചെയ്തത്. സഞ്ജുവിന്റെ ഉള്ളിലെ വേദനകൾ നേരിട്ടറിയാവുന്ന ഒരു സുഹൃത്തിന്റെ ആത്മാർത്ഥമായ വാക്കുകളായിരുന്നു അത്. ഇന്ത്യൻ ക്രിക്കറ്റിൽ സഞ്ജുവിനോളം തിരിച്ചടികളും അവഗണനകളും നേരിട്ട മറ്റൊരു താരം ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം. മികച്ച പ്രകടനം പുറത്തെടുക്കുമ്പോഴും ടീമിൽ നിന്ന് തഴയപ്പെടുക, അനാവശ്യമായി മാറ്റി നിർത്തപ്പെടുക, ഇതൊക്കെ ഏതു കളിക്കാരന്റെയും മനസ്സ് തകർക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെയാണ് സഞ്ജു സാംസൺ എന്ന മനുഷ്യൻ വേറിട്ടു നിൽക്കുന്നത്. തനിക്കെതിരെ നടക്കുന്ന അനീതികൾക്കെതിരെ മാധ്യമങ്ങൾക്ക് മുന്നിലോ സോഷ്യൽ മീഡിയയിലോ ആർക്കെതിരെയും ഒരക്ഷരം പോലും മോശമായി പറയാൻ സഞ്ജു തയ്യാറായിട്ടില്ല. മൗനം കൊണ്ട് മറുപടി നൽകുക എന്ന ശൈലിയാണ് സഞ്ജു സ്വീകരിച്ചത്. വിധിയെ ശപിക്കാതെ, മാനേജ്മെന്റിനെ കുറ്റപ്പെടുത്താതെ, തനിക്ക് ലഭിക്കുന്ന ഓരോ ചെറിയ അവസരത്തിലും ശാന്തനായി ബാറ്റ് ചെയ്യുക. സഹകളിക്കാരും ആരാധകരും ഒരേപോലെ സഞ്ജുവിനെ പ്രശംസിക്കുന്നതും ഈ മാനസിക കരുത്തിന്റെ അഥവാ മെന്റൽ സ്ട്രെങ്ത്തിന്റെ പേരിലാണ്. ഡ്രസ്സിംഗ് റൂമിൽ യുവതാരങ്ങൾക്ക് സഞ്ജു നൽകുന്ന പിന്തുണയെക്കുറിച്ചും ചാഹൽ എടുത്തു പറയുന്നുണ്ട്. താൻ അനുഭവിച്ച വിഷമങ്ങൾ തന്റെ സഹകളിക്കാർ അനുഭവിക്കരുത് എന്ന നിർബന്ധം സഞ്ജുവിനുണ്ട്. അതുകൊണ്ടാണ് രാജസ്ഥാൻ റോയൽസിലായാലും ഇന്ത്യൻ ടീമിലായാലും യുവതാരങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാൻ സഞ്ജു എപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. ധ്രുവജുരയിലും വൈഭവ് സൂര്യവംശിയുമെല്ലാം സഞ്ജു എന്ന ജ്യേഷ്ഠനെക്കുറിച്ച് വികാരഭരിതരായി സംസാരിക്കുന്നത് അതുകൊണ്ടാണ്. സ്വന്തം സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി മറ്റുള്ളവരുടെ സന്തോഷത്തിന് വഴിയൊരുക്കുന്ന അപൂർവ വ്യക്തിത്വം. ഒരു കളിക്കാരൻ അടിച്ചുകൂട്ടുന്ന റണ്ണുകളേക്കാൾ, അയാൾ നേടുന്ന ട്രോഫികളേക്കാൾ വലുതാണ് സഹപ്രവർത്തകരിൽ നിന്നും ലോകമെമ്പാടുമുള്ള ആരാധകരിൽ നിന്നും ലഭിക്കുന്ന ഈ സ്നേഹവും ബഹുമാനവും. ചാഹൽ പറഞ്ഞതുപോലെ എത്ര വീഴ്ത്താൻ നോക്കിയാലും വീഴാതെ പോരാടുന്ന ഈ മനസ്സ് തന്നെയാണ് സഞ്ജു സാംസൺ എന്ന നായകന്റെ വിജയം. സഞ്ജു സാംസണിന്റെ ഈ മാനസിക കരുത്തിനെക്കുറിച്ചും ചാഹൽ വെളിപ്പെടുത്തിയ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്കെന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സഞ്ജുവിനും ക്രിക്കറ്റിനുമായി നൽകുന്ന പിന്തുണ തുടരാൻ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും ഒരു മികച്ച വീഡിയോയുമായി കാണാം. നന്ദി.